കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങണം, എല്ലാവരും ഒരുങ്ങണം. എപ്പോഴും രണ്ടാം വരവ് അറിയില്ല, ഒരുങ്ങണം. നമ്മൾ ഒരുക്കത്തിലായിരിക്കും. പഴയ നിയമ ഇസ്രായേൽ ജനം ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങിയെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഒരുങ്ങിയ വ്യക്തി എന്നാണ് പരിശുദ്ധ അമ്മയാണ്. യേശുപിതാവൊക്കെ ഒരുങ്ങിയവരാ. ആ ജനം മുഴുവൻ ഒരുങ്ങിയിരിക്കുക. ഒരുങ്ങുന്ന വെച്ചാൽ അവർ പ്രാർത്ഥിച്ചും വചനത്തിൽ വിശ്വസിച്ചും കാത്തിരിക്കുകയാണ്. അപ്പൊ അതുമാണ് ഈശോയ്ക്ക് അനുഭവം. ബുദ്ധിമാന്മാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത് വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സംഭവിക്കുന്നത് അതിന്റെ സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. ആ സമയത്ത് സംഭവിക്കും. ലോകത്തൊരു അടയാളം ഉണ്ടാകുമ്പോൾ ഒരുങ്ങാനുള്ള കാലഘട്ടമാണ്. ലോകം ഒരിക്കലും സമാധാനം, നിങ്ങൾ ഉദ്ദേശിച്ച ഇവിടുന്ന് ഇപ്പോൾ യൂറോപ്പിലോട്ട് പോയിട്ട് സമാധാനം കിട്ടുന്ന ആരെ പറഞ്ഞ് വെറുതെ തോന്നല്ല. സമാധാനം ലോകത്തിന് ഒരിടത്തുമില്ല, ഒരിടത്തുമില്ല. എവിടെ ചെല്ലും ഞാൻ എല്ലായിടത്തും പോയി നടക്കുന്നതല്ല. ഈ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ 4-5 രാജ്യങ്ങൾ പോയി. ഈ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം കാണുന്നതെല്ലാം എല്ലാം തീർന്നിരിക്കുക. സമീപം ഞാനാ. സമാധാനം എനിക്കേ ഉള്ളൂ. സമാധാനം കിട്ടാൻ കാരണം എന്താ? 1995 ഞാൻ കർത്താവിനെ അറിഞ്ഞു. കർത്താവിനെ അറിയിച്ച വെറുതെ പഠിച്ചറിഞ്ഞല്ല, അനുഭവിച്ചറിഞ്ഞു. ഈശോയെ മതി എന്ന് ഞാൻ തീരുമാനമെടുത്തു. ഈശോയ്ക്കും എന്നെ മതി എന്ന് മതി. ഞങ്ങൾ തമ്മിൽ കൂട്ടിലായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ലൊരു ബന്ധം കിട്ടി എനിക്ക്. അത് കർത്താവായിട്ടുള്ള ബന്ധമായിരുന്നു. ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന നല്ലൊരു ബന്ധം കിട്ടണം. അത് കർത്താവായിട്ടാണെങ്കിൽ ഓക്കെ ആയി. ഈശോയെ സ്വന്തമാക്കളെ. പാപം ചെയ്യുന്ന പറയുന്നത് പാപം നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റുമെന്നുള്ള പേടി കൊണ്ടാണ്. ഈശോയുമായി ബന്ധപ്പെടണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം. വിശുദ്ധിയില്ലാതെ എങ്ങനെ ഈശോയോട് അടുക്കാൻ പറ്റും? നമ്മുടെ അഹങ്കാരക്കാരാണ്. വെറുപ്പ്, ഭയങ്കര വെറുപ്പ്. ചില കാര്യത്തിൽ ചിലണ്ട് വർഷങ്ങളോട് തന്റെ അപ്പനോട് വെറുപ്പ് സൂക്ഷിക്കുന്നു, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, അമ്മായിയമ്മയോട്, മരുമകളോടൊക്കെ എല്ലാം സൂക്ഷിക്കുകയാണ്. മായപ്പനോടൊക്കെ സൂക്ഷിക്കുക. അപ്പൊ അതാ തന്നെ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ പോലും പറ്റില്ലെന്ന് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും അനുഭവിക്കും. പരിശുദ്ധാത്മാവ് അടുത്തൂടെ പോയാലും ആ വ്യക്തിക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല. അന്ധനെങ്ങനെ കാണുന്നത്? അവന് കാണാൻ പറ്റത്തില്ല. പാപം നമ്മൾ അന്ധരാക്കും. ഈശോയെ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാപകയോഹന്നാനെ കേൾക്കണം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 8 മുതൽ വചനത്തെ പറയും, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് എന്നോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. ഉറപ്പോട്ടോ, എല്ലാ വൃക്ഷങ്ങളുടെയും വേരിന് കോടാലിരിപ്പുണ്ട്. കാണാൻ പെട്ടെന്നൊരു അപകടം, പെട്ടെന്നങ്ങ് തീരുകയാണ്. ആ കുടുംബം അങ്ങ് തീർന്നു, ആ മകൻ അങ്ങ് തീർന്നു, ആ മകളുടെ പേരും പെരുമി സൗന്ദര്യം ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്നാപയോഹന്നാനെ കേൾക്കണം, എങ്കിലേ യേശുവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഒരു വിധി വരാൻ പോകും. യേശു ക്രിസ്തുവിലൂടെ ഒരു വിധിയുണ്ട്. അവിടെ നല്ല ഫലം പുറപ്പെടുവിക്കണം.